Hello viewers, namaste, welcome back to my new video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റ് വിൻ ട്രേഡർ യൂസ് ചെയ്ത് നമുക്ക് ഫോറക്സ് ട്രേഡിങ്ങിൽ കറക്റ്റ് ട്രേഡ് എങ്ങനെ പിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സോഫ്റ്റ് സിഗ്നൽസ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തരും. അതിൽ കൺഫേം ആയിട്ടുള്ള ട്രേഡുകൾ മാത്രം നമ്മൾ പിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വരാം, അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ എൻ്റെ ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒറ്റ സ്ട്രാറ്റജിയിൽ ഒറ്റ സോഫ്റ്റിൽ തന്നെ നമുക്ക് എല്ലാ മാർക്കറ്റും ലഭിക്കുന്നതാണ്. അത് ഫോറക്സ് ആണെങ്കിലും ക്രിപ്റ്റോ ആണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിലും എല്ലാം ഒറ്റ സ്ട്രാറ്റജിയിലാണ് വർക്ക് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. എടുത്തിട്ടിരിക്കുന്നത് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന യൂറോ യൂസ്ഡ് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ചാർട്ടാണ്. ഏറ്റവും മേഖലയിൽ വരുന്ന മാർക്കറ്റ് റേറ്റ്. ഇതിനകത്ത് ഈ റെഡ് കാണിക്കുന്ന നമുക്ക് സെല്ല് ചെയ്യാനുള്ളതും ഗ്രീൻ വരുന്ന ബൈഡ് ഇൻഡിക്കേഷൻ ആണ്. സിഗ്നൽ സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തരും. വരുമ്പോൾ തന്നെ അലേർട്ട് മെസ്സേജ് പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. അതേ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ എഴുതി കാണിക്കും. അപ്പം നമ്മൾ പറഞ്ഞ പോലെ സിഗ്നൽ എല്ലാം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതിൽ കൺഫേം ആയ എൻട്രീസ് മാത്രം പിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന സിഗ്നലിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് ഈ ആരോ വന്നു, അതായത് സെൽ എൻട്രി ഇവിടെ വന്നു. അപ്പോൾ ഫസ്റ്റ് ഇത് കൺഫേം ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. രണ്ട് കൺഫർമേഷൻ നോക്കിയാൽ മതി. ഫസ്റ്റ് ആരോ വന്ന ശേഷം ഏറ്റവും താഴത്ത് പ്രൈസ് ഇതുപോലെ സെൽ സോൺ എഴുതി കാണിക്കണം. അതുപോലെ ആരോടെ താഴത്ത് ഈ ഒരു ബാർ കണ്ടോ, അത് നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. സിഗ്നൽ വരുമ്പോൾ താഴത്ത് നമുക്ക് ഒറ്റ ബാറേ കാണാൻ സാധിക്കുള്ളൂ. അത് റെഡ് ആയാൽ മതി. സെല്ലാണെങ്കിൽ അത് റെഡ് തന്നെ ആയിരിക്കണം. അതായത് പ്രൈസ് സെൽ സോണും ബാറിൻ്റെ കളർ റെഡ് ആണോ എങ്കിൽ ആ ട്രേഡ് എടുക്കാമെന്ന് അർത്ഥം. സെൽ സിഗ്നൽ കൺഫേം ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ഇപ്പോൾ നിങ്ങൾ ഏത് ബ്രോക്കറിലാണ് യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ എൻട്രി പോയിന്റ് ഏറ്റവും മേഖലയിലും അതിൻ്റെ ടാർഗറ്റ് 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസും എല്ലാം താഴത്ത് തന്നെ ഡിസ്പ്ലേ വരും. അത് നമ്മൾ എടുക്കുന്ന റിസ്ക് പോലിരിക്കും. നമ്മൾ റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരാൾ ഫസ്റ്റ് ടാർഗറ്റിൽ മാറുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുക. അതുമല്ല നമ്മൾ എൻട്രി എടുത്ത ശേഷം നമുക്ക് പ്രോഫിറ്റും തോന്നുന്ന ഏത് ലെവൽ വെച്ച് ആ ഒരു പൊസിഷൻ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് മാർക്കറ്റിൻ്റെ ഒരു സെയിം ട്രെൻഡിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തുണ്ട് ഒരു ബ്ലൂ സ്റ്റാർ കണ്ട സപ്പോർട്ടാണ്. അത് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് എഗെയിൻ നമുക്ക് ഇതിനകത്ത് റീ എൻട്രി എടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്. ഒരു 80-90% ആക്യുറേറ്റ് തന്നെയാണ് കൺഫേം ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ റെഡ് സ്റ്റാറുകൾ റെസിസ്റ്റ് ചെയ്യുന്നതാണ്. സൈഡ് വേസ് ഉൾപ്പെടെ നമുക്ക് കാണാൻ പറ്റും. ഇതിന് മുമ്പോട്ട് ഒരു ബൈസിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് കറക്റ്റ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് സൈഡ് വേസ് ആണെന്നുള്ള. അതുകൊണ്ടാണ് ആ ഒരു കളർ ചേഞ്ചസ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കത് റിവേഴ്സ് അടിച്ച് പോയത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിൻ്റെ ഈ ഒരു സ്ട്രാറ്റജി ലൈവിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് കാണാനോ പഠിക്കാനോ താല്പര്യമുണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്താൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. താങ്ക് യു.